കോട്ടയത്ത് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ കലുങ്ക് സംഗമത്തിൽ അപേക്ഷ നൽകാൻ എത്തിയ ആളെ പിടിച്ചുമാറ്റി. സംഗമം കഴിഞ്ഞ് സുരേഷ് ഗോപി കാറിൽ മടങ്ങുമ്പോഴായിരുന്നു സംഭവം. കാറിന് പിന്നാലെ ഓടി അപേക്ഷ നൽകാൻ ശ്രമിച്ചയാളെ BJP പ്രവർത്തകർ പിടിച്ചു മാറ്റുകയായിരുന്നു. ടോബി ജോൺസൺ വിവരങ്ങളുമായി. ടോബി, എന്താണ് സംഭവിച്ചത്? അദ്ദേഹവും കാണാൻ വിസമ്മതിച്ചു എന്നാണോ? വണ്ടി സ്പീഡിൽ വിട്ടുപോവുകയായിരുന്നോ? കലങ്ക് സംവാദത്തിനിടെയുണ്ടായ ഒരു സംഭവം, സുരേഷ് ഗോപിയുടെ കലങ്ക് സംവാദത്തിൽ കോട്ടയത്ത് നടന്ന പരിപാടിയിൽ ഒരു അപേക്ഷ നൽകാൻ ആള് എത്തുന്നു, അദ്ദേഹത്തെ പിടിച്ചു മാറ്റുന്നു. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഈ വിഷയത്തിൽ ഒരു പ്രതികരണം വന്നിട്ടുണ്ട്, ആ പ്രതികരണം കേൾക്കാം. ഒരു വളവാണ്, അതിൻ്റെ ഇടയ്ക്ക് ഒരു ബ്ലോക്കാണ്. പുള്ളി ഓടി വന്ന് ഇത് കൊടുക്കാൻ വേണ്ടി പരിശ്രമിച്ചാണ്. അന്നേരം BJPയുടെ പ്രവർത്തകർ അവരെ പിടിച്ചു മാറ്റുകയും ചെയ്ത്. അല്ലെങ്കിൽ അദ്ദേഹം വണ്ടിക്കടിയിൽ പോകും. പുള്ളി ഒരു വെപ്രാളം കാണിച്ചൊക്കെയാണ് ആ ഓടുന്നത് നമ്മൾ കണ്ടത്. ഏതൊക്കെയായാലും നമ്മുടെ പ്രവർത്തകർ അത് പിടിച്ചു മാറ്റിയത് കൊണ്ട് ഒരു വലിയ അപകടം ഒഴിവായി. അതിൽ അറിയത്തില്ല, പുള്ളി ആവശ്യം എന്നാന്ന് അറിയത്തില്ല. കയ്യിലൊരു പേപ്പർ ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഏതൊക്കെയായാലും അത് പരിഹരിച്ച് ഞങ്ങൾ മേടിച്ചിട്ടുണ്ട്. അത് സുരേഷ് ഗോപിയുടെ അടുത്ത് തന്നെ എത്തിക്കുകയും ചെയ്യും. ടോബി ജോൺസൺ വിവരങ്ങളുമായി. ടോബിയ, ആൾ കരയുന്ന ദൃശ്യങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. സുരേഷ് ഗോപി വാഹനം നിർത്താൻ വിസമ്മതിച്ചു. അദ്ദേഹം വേഗത്തിൽ വാഹനം ഓടിച്ചു പോവുകയായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും. പക്ഷേ അതിനകത്ത് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഏകദേശം 1 മണിക്കൂർ നേരം ഈ സംഗമം ഇവിടെ നടന്നു, കലുങ്ക് സംഗമം നടന്നു. പള്ളിക്കോട്ടോട് ബസ് സ്റ്റാൻഡിന് മുൻവശത്തായിരുന്നു ഈ സംഗമം നടന്നത്. ആ സമയത്തൊക്കെ ഇദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോഴൊന്നും ഇങ്ങനൊരു അപേക്ഷയുടെ കാര്യമോ അല്ലെങ്കിൽ ഈ ഒരു പ്രശ്നം ഇവർക്ക് നൽകുകയോ ചെയ്തിരുന്നില്ല. പുറകിലൊരു കൗണ്ടർ പ്രത്യേകമായി ഇതിന് സജ്ജീകരിച്ചിരുന്നു. ഇങ്ങനെ അപേക്ഷകൾ സ്വീകരിക്കാൻ വേണ്ടി ഒരു കൗണ്ടറും സജ്ജീകരിച്ചിരുന്നു. അവിടെയും ഇങ്ങനെ ഒരു അപേക്ഷ ഇയാൾ നൽകാതിരുന്ന എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം ബാക്കിയാണ്. നമുക്ക് അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് ഷാജി എന്ന് പറയുന്ന പള്ളിക്കത്തോട് സ്വദേശിയാണ്. ചില ധനസഹായത്തിന് വേണ്ടിയുള്ള ഒരു അപേക്ഷയായിരുന്നു എന്നും മനസ്സിലാക്കാൻ കഴിയുന്നു. എന്തായാലും സുരേഷ് ഗോപി വാഹനത്തിൽ കയറി ഈ സ്ഥലത്ത് നിന്നും നീങ്ങുമ്പോഴാണ് ഇദ്ദേഹം അവിടെ നിന്നും ഓടി വന്ന് ഈ വാഹനത്തിൽ സുരേഷ് ഗോപിയെ നേരിട്ട് കാണാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയത്. പെട്ടെന്ന് തന്നെ BJP പ്രവർത്തകർ അയാളെ പിടിച്ചു മാറ്റി. അതിലൊരു BJP പ്രവർത്തകൻ ഒരു കയ്യേറ്റം ചെയ്യുന്ന രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തി. എന്നാൽ ബാക്കിയുള്ളവരെല്ലാവരും കൂടി അയാളെ പറഞ്ഞ് സമാധാനിപ്പിച്ച് മാറ്റി സൈഡിലേക്ക് നിർത്തുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. BJPയുടെ ഭാഗത്തു നിന്നുമുള്ള ഒരു വിശദീകരണമാണ് നമ്മൾ ഇപ്പോൾ കേട്ടത്. ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് റോയിയുടെ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: ഒരു അപകടം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ പിടിച്ചു മാറ്റിയതാണ്. പക്ഷേ ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം ചില പ്രവർത്തകർ കയ്യേറ്റം ചെയ്യുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും ഇയാളുടെ അപേക്ഷ വാങ്ങിയിട്ടുണ്ട്. അത് കൃത്യമായി സുരേഷ് ഗോപിയുടെ കയ്യിൽ എത്തിക്കുമെന്ന് കൂടി ഇപ്പോൾ BJP നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. അനുജ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.